ഡൽഹിയെ വിറപ്പിച്ച് കോൺഗ്രസും CJPയും എന്നൊക്കെയാണ് ഇന്ന് എല്ലാ പത്രങ്ങളുടെയും വിധം എല്ലാ പത്രങ്ങളുടെയും തലക്കെട്ട്. ശരിയാണ്, രാഹുൽ ഗാന്ധി എത്തുകയാണ് കുറെ ദിവസങ്ങൾക്ക് ശേഷം. മല്ലികാർജുൻ ഖാർഗെയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പിന്നീട് പെട്ടെന്ന് ഒരു പ്രൊട്ടസ്റ്റിന് ഇറങ്ങുകയാണ്. ഈ പ്രൊട്ടസ്റ്റിന് ഇറങ്ങുമ്പോൾ രാഹുലിനെ വലിച്ചിഴച്ചു, മുഖത്ത് പരിക്കേറ്റു, ചോര വാർന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ മുഖ്യമന്ത്രി VD സതീശനും കൂടെ ഇരിക്കുന്ന ചിത്രങ്ങളും ഒക്കെ ഉണ്ട്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ചെയ്ത പ്രവൃത്തി ശരിയാണോ? അതായത് ഇങ്ങനെ ചെയ്യുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണോ എന്നുള്ള ചർച്ചകളും വരുന്നുണ്ട്. സാറിന് എന്താണ് ഇത് സംബന്ധിച്ച് തോന്നുന്നത്? ഇവിടെ ചോരയുടെ കാര്യത്തിൽ വെച്ച് തുടങ്ങാം. രാഹുൽ ഗാന്ധിയുടെ മൂക്കിൽ കൂടി ചോര വരുന്നതാണ് ചിത്രം. ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഫോട്ടോഗ്രാഫർമാരെ ആരും തന്നെ അതൊരു നിയന്ത്രിത മേഖലയാണെന്ന് ഓർക്കണം. പ്രധാനമന്ത്രിയുടെ അതീവ സുരക്ഷാ മേഖല, Z+ കാറ്റഗറിയുള്ള SPGയുടെ നിയന്ത്രണങ്ങളുള്ള ഭാഗം. അവിടെ പോയി ഫോട്ടോ എടുത്തവരാരും അദ്ദേഹത്തിന്റെ മൂക്കിനോ തലയ്ക്കോ പോലീസുകാർ തരുന്ന ഒരൊറ്റ ചിത്രവും ഇന്ത്യയിലെ ഒരൊറ്റ മാധ്യമവും അല്ലെങ്കിൽ ഒരൊറ്റ ചാനലും കാണിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? രാഹുൽ ഗാന്ധി സ്വന്തം നഖം കൊണ്ടൊന്നും മാന്തിയാലും മൂക്കിൽ കൂടി ചോര വരും. ആ ചോര എടുത്ത് കാണിച്ച് അദ്ദേഹത്തിനെ രക്തസാക്ഷിയാക്കി പരിവേഷം നൽകാനുള്ള പരിപാടി കാണിക്കുന്ന മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ, കാണിക്കുന്നത് സ്വന്തം പുരയ്ക്ക് തീ വെക്കുന്ന പരിപാടിയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന് തീ വെക്കുന്ന പരിപാടിയാണ്, ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ട്. കേരളത്തിൽ മാതൃഭൂമിയും മനോരമയും ഇംഗ്ലീഷിൽ ദ ഹിന്ദു പത്രവും നടത്തുന്ന ഈ ശ്രമമുണ്ടല്ലോ, ദേശവിരുദ്ധോളം പടരുന്ന ആളിക്കത്തിക്കുന്ന തീയാണ് അവരിപ്പോ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, ഈ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലേക്ക് മാർച്ച് നടത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു വിവരദോഷമാണ്. വിവരദോഷം, മര്യാദയ്ക്കുള്ള ഭാഷയിൽ പറഞ്ഞാൽ വിവരദോഷം. പട്ടി ഷോ കാണിക്കാൻ വേണ്ടി അങ്ങോട്ടുള്ള യാത്ര. പ്രതിപക്ഷ നേതാവിന് അതിൻ്റെതായിട്ട് ഒരു ഗൗരവം വേണം, ഇരിക്കുന്ന പദവിയുടെ മാന്യത സൂക്ഷിക്കണം. ഇതുവരെ ഇന്ത്യയിൽ വിവിധ പ്രശ്നങ്ങളാൽ ഉഴലുമ്പോൾ അന്യ രാജ്യങ്ങളുമായി പോയിട്ട് സ്വന്തം കാമുകിമാരോടൊപ്പം സുഖിച്ചിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്ന് വർദ്ധിത വീര്യത്തോടെ ഒരു സമരത്തിനങ്ങ് ഇറങ്ങുക. പാർട്ടിയിലെ MP-മാരെയോ അവിടെ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് കേക്ക് കിട്ടുമെന്ന് വിചാരിച്ച്, സദ്യ കിട്ടുമെന്ന് വിചാരിച്ചെത്തിയ MP-മാരോടോ സംസ്ഥാന മുഖ്യമന്ത്രിമാരോടോ ഒന്നും പറയാൻ നമ്മളൊരു മാർച്ച് പോവുക. മാർച്ച് പോകുമ്പോൾ പോലും ഇയാൾ പറയുന്നില്ല ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന്. എന്തുത്തരവാദിത്തമില്ലാത്ത നേതാവാണ് ഇദ്ദേഹം. പവർ വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി. ഹീസ് എ മെഗലോമാനിയാക്. സത്യത്തിൽ ഇത്തരത്തിലൊരു പ്രൊട്ടസ്റ്റിന്, അതായത് നമ്മുടെ തലസ്ഥാനമാണ്, പാർലമെന്റിന് സമീപമാണ്, പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലാണ്, ഇത്രയും വലിയൊരു പ്രൊട്ടസ്റ്റിലേക്ക് പോകുമ്പോൾ ഒപ്പമുള്ള MP-മാര്, മന്ത്രിമാരോടൊക്കെ, മുഖ്യമന്ത്രിമാരോടൊക്കെ ഇത് പറയുക എന്നുള്ളതല്ലേ ഒരു പ്രതിപക്ഷ നേതാവിന്റെ പ്രതിപക്ഷത്തിനകത്തെ ജനാധിപത്യ മര്യാദ ഏതായിരിക്കണം? അവരെ അറിയിക്കണം. അവർ ജനപിന്തുണയോടുകൂടി സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ആൾക്കാരാണ്. ഇയാൾ അവിടെ പോയി ഉത്തർപ്രദേശിൽ പോയി തോറ്റ MP-യാണ് പണ്ട്, ഇപ്പോഴത്തെ കാര്യമല്ല, തോറ്റ MP-യാണ് എന്ന് ഓർക്കണം. ഇയാളെക്കാൾ ജനപിന്തുണയുള്ള ആൾക്കാരാണ് ഈ മുഖ്യമന്ത്രിമാർ. DK ശിവകുമാർ ആയാലും VD സതീശനായാലും ശരി. അങ്ങനെയുള്ള ആൾക്കാരോട് പോലും പറയാതെ അവർ പുറകെ അങ്ങ് നടക്കുക വിനീത വിധേയരായിട്ട്. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് ചെല്ലണമെന്ന് പറയുമ്പോൾ ഇവർക്ക് പോകേണ്ടിയും അനുയായികളായിട്ട് അങ്ങ് പോവുക എന്ന് പറഞ്ഞാൽ വിനീത വിധേയന്മാര്. അതെന്തൊരു ജനാധിപത്യ? അതാണ് ഏകാധിപത്യം. ജനാധിപത്യത്തിന്റെ ഏറ്റവും ശത്രുവായിട്ടുള്ള നേരെ എതിർ ധ്രുവത്തിൽ നിൽക്കുന്ന ഏകാധിപത്യത്തിന്റെ പ്രവണത എന്തിനു വേണ്ടിയായിരുന്നു? പോലീസിനെയും അവിടുത്തെ SP-യെയും ഇന്റലിജൻസിനെയും കബളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലൊരു നേതാവ് മാർച്ച് ചെയ്ത് അങ്ങോട്ട് പോയി. മാർച്ച് ചെയ്ത് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര മന്ത്രിസഭയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ജിതേന്ദ്ര സിംഗ് ഇദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മര്യാദയ്ക്ക്. സർ, വളരെ ബഹുമാനത്തോടു കൂടി, രാഹുൽജി, നമുക്ക് പാർലമെന്റിൽ ഇത് ചർച്ച ചെയ്യാം. പാർലമെന്റ് ചർച്ച വേണ്ട. പാർലമെന്റ് സെഷൻ നടക്കുന്ന സമയത്താണ് ക്യാബിനറ്റ് റാങ്ക് ഉള്ള രാഹുൽ ഗാന്ധി ഈ വൃത്തികേട് കാണിച്ചത്. ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ ഏറ്റവും ആഴത്തിലുള്ള മുറിവുണ്ടാക്കി വെച്ചത്.
പാർലമെന്റിലല്ലേ ഈ കാര്യങ്ങൾ സംസാരിക്കേണ്ടത്? പാർലമെന്റിൽ ചർച്ച ചെയ്യാം എന്ന് ഉറപ്പു നൽകുകയാണ്. അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഭീകരന്മാരെ പോലെ, ആ വാക്കാണ് ഞാൻ ആവർത്തിക്കുന്നത്, ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഭീകരന്മാരെ പോലെ ഭീകരന്മാര് പോലും കാണിക്കാത്തത്ര തരത്തിലുള്ള ഒരു ഭീകര വാഴ്ചയാണ് അവിടെ നടത്തിയത്. പ്രധാനമന്ത്രിയുടെ വസതി, നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ്. അല്ലാതെ എങ്ങോട്ടും ഇങ്ങോട്ട് ഇറ്റലിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആളൊന്നുമല്ല അദ്ദേഹം. ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ജനകീയനായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു വന്ന നേതാവിന്റെ അദ്ദേഹത്തെ SP പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുക. എന്താണ്? ഭീകരവാദികളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി. ആ പ്രൊട്ടക്ഷനാണ് ഇല്ലാതാക്കിയത്. പ്രധാനമന്ത്രിയുടെ വീട് വൾനറബിൾ ആണ്, അവിടെ ഏതാക്രമണവും എപ്പോഴും വേണമെങ്കിൽ ഇങ്ങനെ പോകാൻ ചെയ്യാം എന്ന് ആർക്ക് കാണിച്ചു കൊടുക്കുകയാണ്? ഇവരേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭീകരവാദികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം കൂട്ടി വായിക്കുക. ഇത് നേരത്തെ ഒരു യോഗത്തില് രാഹുൽ ഗാന്ധിയും കൂടി ഉണ്ടായിരുന്ന ഒരു യോഗത്തിലെ മുദ്രാവാക്യം നരേന്ദ്രമോദിയുടെ ശവക്കുഴി ഞങ്ങൾ കുഴിക്കും. അപ്പൊ നിങ്ങൾ അത് ചെയ്താൽ മതി, ഇവിടെ കുഴിച്ച് ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ കുഴി ഒരുക്കി വെക്കുക, അദ്ദേഹത്തെ ഇല്ലാതാക്കുക. ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ വസതിയാണ്. ആ പ്രധാനമന്ത്രിയുടെ വസതി രാഹുൽ ഗാന്ധിക്ക് സ്വന്തമാക്കണം. ജനാധിപത്യത്തിലൂടെ, തെരഞ്ഞെടുപ്പിലൂടെ ജന്മത്ത് അത് നടക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എങ്ങനെ ഏതു വിധത്തിലും നരേന്ദ്രമോദിയെ ഇല്ലാതാക്കിക്കൊണ്ട് ആ സിംഹാസനം പിടിച്ചു പറ്റാൻ വേണ്ടി നടത്തിയ ശ്രമം, ഡൽഹിയിലെ തന്നെ മുഗൾ സിംഹാസനങ്ങൾക്ക് വേണ്ടി അച്ഛനും മക്കളും സഹോദരന്മാരും പണ്ടു നടത്തിയ ആ നിഷ്ഠുരമായിട്ടുള്ള ഒരാൾ മറ്റൊരാളിനെ കൊന്നിട്ട് അധികാരം പിടിച്ചെടുക്കുന്ന അതേ സംസ്കാരത്തിലുള്ള ഒന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇനി വരാൻ പോവുക. ഇതിന് നിയമങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ ഇദ്ദേഹത്തിന്റെ മുത്തച്ഛനും കൂടി പിതാമഹനും കൂടി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഭരണഘടന, അതിനനുസരിച്ചുള്ള ശിക്ഷാ നിയമങ്ങൾ ഉണ്ട്. ആ ശിക്ഷാ നിയമങ്ങൾ പ്രകാരം ഇനി എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അത് പ്രകാരം ആർട്ടിക്കിൾ 164(3) അത് റിഗാർഡിങ് എം പി എന്ന് പറയുമ്പോൾ ഒപ്പോസിഷൻ ലീഡർ MP ആണ്. അതിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നത്, അവരുടെ സത്യപ്രതിജ്ഞയിൽ പറഞ്ഞിരിക്കുന്നത്, ഭരണഘടനയോട് നീതി പുലർത്തും, നിയമം അനുസരിക്കും. ഇവിടുത്തെ നിയമം എന്താണ്? പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുമ്പിലുള്ള ഭാഗം നിരോധിത മേഖലയാണ്. അവിടേക്ക് മറ്റാരും കടന്നു ചെല്ലാൻ പാടില്ല. അവിടെ പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥർക്കും മാത്രമേ കടന്നു ചെല്ലാൻ അവകാശമുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആ നിരോധിത മേഖലയാണത്. ആ നിയന്ത്രിതമല്ല, നിരോധിത മേഖലയിലേക്കാണ് കടന്നു കയറിയിരിക്കുന്നത്. നിയമത്തിന്റെ ലംഘനം നടത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുകയാണ്. ഇനി SPG ആക്ട് 1988 പ്രകാരം ഇവിടെ SPGയുടെ പ്രൊട്ടക്ഷൻ ഉള്ള സ്ഥലത്ത് മറ്റാരും കടന്നില്ല. SPGക്ക് വേണമെങ്കിൽ വെടിവെച്ചു കൊല്ലാം. അത് SPGക്ക് വെടിവെച്ചു കൊല്ലാം, കാരണം സെക്യൂരിറ്റിയുടെ കാര്യമാണ്. ആ മേഖലയിൽ കടന്നു കയറാൻ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ നിരോധനാജ്ഞ നിലനിൽക്കുന്ന സ്ഥലം, ആ നിരോധനാജ്ഞ നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് കടന്നു. ജന്തർ മന്തർ എന്ന് പറയുന്ന സ്ഥലത്ത് 23 ദിവസം വരെ സമരം നടത്തിയല്ലോ, പോലീസ് എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? ഇല്ല. കാരണം എന്താണ്? അത് സമരത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന സ്ഥലമാണ്. ഇത് സമരത്തിന് നിരോധനമുള്ള സ്ഥലം. അവിടെ കയറി സമരം നടത്തി, നിരോധനാജ്ഞ നടത്തി, പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റിയിൽ വിള്ളൽ വരുത്തി. അപ്പൊ 2 പേര് ഇവിടെ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. ഇത് കൂടാതെ MP കൂടാതെ മുഖ്യമന്ത്രി KC വേണുഗോപാൽ MP ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പൊ എന്താ സംഭവിക്കുന്നത് നമുക്ക് കാണാം. VD സതീശനും DK ശിവകുമാറും മുഖ്യമന്ത്രിമാരും. ശിവകുമാറിനെ തൂക്കിയെടുത്തു എന്നാണ് തൂക്കിയെടുത്ത പിന്നെ തൂക്കിയെടുക്കുക അല്ലാതെ പിന്നെ അദ്ദേഹത്തിനെ പിന്നെ എങ്ങനെ എടുക്കണമെന്നാ? കൊച്ചു കുഞ്ഞുങ്ങളെ എടുക്കുന്ന എളിയിലെടുത്തോണ്ട് പോണോ? ഈ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി ഇവർക്കൊപ്പം തന്നെ തിഹാർ ജയിലിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ് മുഖ്യമന്ത്രി VD സതീശന്. വേണമെങ്കിൽ മോദിക്ക് തെറിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സംസാരം. നിയമം അനുസരിച്ച്, മോദിക്കെന്നല്ല, നിയമം അനുസരിച്ച് ചെയ്യാൻ ഇവർക്ക് കിട്ടേണ്ട ശിക്ഷ എന്ന് പറഞ്ഞാൽ UAPA, പ്രധാനമന്ത്രിയുടെ നമ്മുടെ അദ്ദേഹത്തിന്റെ നമ്മൾ കണ്ടില്ലേ, EP അല്ല EDക്കെതിരെ കല്ലെറിയുകയും സിമെന്റ് കട്ട വെച്ച് കാറ് തകർക്കുകയും ചെയ്തവരെന്തേ ജയിലിൽ ഇന്ന് പുറം ലോകം കാണാതെ, വെളിച്ചം കാണാതെ ജയിലിനകത്ത് കഴിയല്ലേ? ആ UAPA നിയമം തന്നെ ഇവർക്കെതിരെ ചുമത്താം. കാരണം അത് ED ഉദ്യോഗസ്ഥരാണ്. ഇത് ഈ രാജ്യത്തിന്റെ ടോപ്പ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള പ്രധാനമന്ത്രിയുടെ
കൃത്യനിർവഹണത്തിനാണ് തടസ്സം ഉണ്ടാക്കിയിരിക്കുന്നവരെല്ലാം കൂടെ പോയി. ആ വിവരദോഷം അതെ അതിന് ചുമത്താവുന്നതാണ് UAPA. അതനുസരിച്ച് മുഖ്യമന്ത്രി സ്ഥാനം ഇല്ല, ഓട്ടോമാറ്റിക്കലി അത് ഇല്ലാതാവും, പിടിച്ചു ജയിലിലിടാം എന്നുള്ളതാണ്. കാരണം നിങ്ങളൊരു സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, ഒരു കരാറാണത്. ആ സത്യപ്രതിജ്ഞ ലംഘിച്ചു കഴിഞ്ഞാൽ യു ആർ നോ മോർ ചീഫ് മിനിസ്റ്റർ ഓർ MP ഇനിയിപ്പോ ഓർ ഓപ്പോസിഷൻ ലീഡർ. എനിക്ക് തോന്നുന്നു VD സതീശനെതിരെ ചുമത്താവുന്ന കുറ്റങ്ങൾ എന്ന് പറയുന്നത് BNS 163 അതായത് ലംഘനമാണ്. ഭാരതീയ ന്യായശാസന സംഹിത അതിൽ തന്നെ BNSS-ലെ 163 ലംഘനം, BNS 189 നിയമവിരുദ്ധമായി സംഘം ചേരൽ, BNS 221 ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പ്രധാനമന്ത്രിയുടെ അതെ, BNS 285 റോഡ് തടസ്സപ്പെടുത്തൽ. അതായത് ഇനിയിപ്പോ നാളെ മുതൽ തിരുവനന്തപുരം മേയർ കേരള മുഖ്യമന്ത്രിയുടെ വസതിയായിട്ടുള്ള ക്ലിഫ് ഹൗസില് കിടന്നു ഇരുന്നൊക്കെ സമരം ചെയ്താലും ഇതനുസരിച്ചിട്ടാണെങ്കിൽ ആർക്കും ഒന്നും പറയാനും ചെയ്യാനും സാധിക്കാത്ത സാഹചര്യം കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ രാഹുൽ ഗാന്ധിയുടെ വിഷയം മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയുടെ വിഷയം മാത്രമല്ല, DK ശിവകുമാറിന്റെ വിഷയം മാത്രമല്ല, നമ്മുടെ കേരള മുഖ്യമന്ത്രിക്ക് പറ്റിയ ഒരു പോരായ്മ കൂടിയായിട്ട് നമുക്ക് ഇതിനെ കാണാം. അദ്ദേഹം കൂടി ഒരുപക്ഷെ തീഹാർ ജയിലിലേക്ക് പോകുന്ന സ്ഥിതി മിക്കവാറും നിയമം അത് നടപ്പാക്കും, ശക്തമായ രീതിയിൽ നടപ്പാക്കുക തന്നെ വേണം. കാരണം അല്ലെങ്കിൽ നാളെ ഇത് ആവർത്തിക്കപ്പെടും. നാളെ കോൺഗ്രസ് ഭരിച്ചാലും ഇത് ആവർത്തിക്കപ്പെടും. അങ്ങനെ കേരളത്തിൽ VD സതീശന് നേരെ BJPക്ക് ഇത് പ്രയോഗിക്കാം, CPM-ന് ഇത് പ്രയോഗിക്കാം. അങ്ങനെ ഉണ്ടാവില്ലേ? അങ്ങനെ വരില്ലേ? നിങ്ങളുടെ ഭരിക്കുന്നുണ്ടല്ലോ ചില സംസ്ഥാനങ്ങൾ, അവിടെ BJPക്ക് ഇത് ചെയ്തുകൂടെ? പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ നിരോധിത മേഖലയിൽ ഇത് ചെയ്യാമെന്നുണ്ടെങ്കിൽ സംസ്ഥാനങ്ങളിൽ ഇത് ചെയ്തുകൂടാ എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. എന്നിട്ട് വാടി പുകഴ്ത്തിയിരിക്കുക സമരത്തി പോറി എന്നൊക്കെ ചില പത്രങ്ങള്. ഈ ആന മണ്ടത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന പത്രങ്ങളാണ് ഇവരെ കൂടി ഈ തെറ്റിലേക്ക് നയിക്കുന്നതെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. ചിന്തിക്കുന്നവർ ചിന്തിക്കണം. ചിന്താശേഷിയില്ലാത്തവരുടെ കാര്യം പിന്നൊന്നും പറയാം.